ഫ്രണ്ട്സ്, ഇപ്പോൾ മാങ്ങ സീസൺ അല്ലേ. അപ്പോൾ നമുക്ക് മാങ്ങ കൊണ്ടൊരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. അതിന് മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങ അതിനേക്കാളും കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ചൂടാക്കി, ഇച്ചിരി വെള്ളം, 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചൂടാക്കിയിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഇച്ചിരി വലുതാക്കിയ മാങ്ങ നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം ചെറുതായിട്ട്. എന്നിട്ട് ഈ മാങ്ങ ഒരു മിക്സിയുടെ ജാറിനകത്തേക്കിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാതെ. അപ്പോൾ അതാ ഇത് കൂട്ടി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം, നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാതെ. ഒരുപാട് സ്റ്റിഫ് ആവണ്ട, ഇതുപോലെ ഇച്ചിരി സോഫ്റ്റായിട്ട് ബീറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മാങ്ങാ പൾപ്പും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കാതെ എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് ബീറ്റ് ചെയ്ത് ഒരു പാത്രത്തിൽ നമ്മളിത് സെർവ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ബാക്കി ഇത്രയും കൂടെ കിട്ടി. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചെറിയ ക്യൂബ്സ് ആക്കിയ മാങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ ഫ്രീസ് ചെയ്തെടുത്താൽ ഇതുപോലെ നല്ല ഭംഗിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടും. അപ്പോൾ സ്കൂപ്പ് ചെയ്യുമ്പോൾ ഒക്കെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.